ആമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുന്നു എന്നെ നിനക്കിഷ്ടമാണോ അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുന്നു എന്നെ നിനക്കിഷ്ടമാണോ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം മഞ്ഞുതുള്ളികൾ കഴുകിയൊഴുകും മധുരഹേ മന്ദം പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു താമസം അക്കരയാ
സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു. കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു. ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നു ബന്ധമഴിയുന്നു. മുറുകുന്നു ബന്ധമഴിയുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു. കരിമുകിൽ കാട്ടിലെ രജനി തൻവീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം. എന്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു, അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. I'm sorry to keep you waiting. You must be all very tired. I can see all the tiredness. But I think I have to do this to you, so it's okay. Now can you hear me? Can you hear me? Okay. What I'd like to say right now, you all know, as you go for the record, because we did it in 1 hour, 44 minutes. And I was watching this situation last night. It really got me frantic. I don't have the time to take a photograph, but I wish I could take a photograph. I could hear it, but I think it was worthwhile because the last record was 4 hours, then it was 1 hour 44 minutes, and the size was much bigger. So the record, the present size of your record is 12,232. ഈ പരിപാടികളിൽ സംഘവും യേശുദാസിന്റെ ഗാനങ്ങൾ ആലപിക്കും. ഏതാണ്ട് 10 മണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ. പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും?
വന്ദനം 2012 കണക്ട് ചെയ്യാൻ മറ്റൊരു വളരെ സ്പെഷ്യൽ സംഭവം കൂടെ ഇന്നലെ ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാരും ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? കേട്ടിട്ടില്ലേ? Of course, the largest, the biggest, the smallest, the tightest, the biggest. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ if you have it at the toppest, it will be in the record books. അപ്പോൾ ഇന്നലെ ഇവിടെ the largest Rangoli portrait എന്നതിനുള്ള ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് മാതൃവന്ദനത്തിന്റെ ടീം നേടിയിരിക്കുകയാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ നേടിയിരിക്കുകയാണ്. സോ നല്ലൊരു കൈയടി അതിനുവേണ്ടി അവർക്ക് നമ്മൾ നൽകണം. ഏറ്റവും വലിയ രംഗോലി പോർട്രേറ്റ് ആൻഡ് മാതൃവന്ദനം 2012 ഇത് കൂടുതൽ സിഗ്നിഫിക്കന്റ് ആവുന്നത് ആ പോർട്രേറ്റ് മറ്റാരുടെയും അല്ല, നമ്മളുടെ ഗാനഗന്ധർവനായ ദാസേട്ടന്റെ മുഖമാണ് രംഗോളിയായി അവർ വരച്ചത്. സോ നമ്മൾക്ക് അഭിമാനിക്കാം. ഇതിന് കുറച്ച് സ്ലൈഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. ക്യാൻ വി പ്ലീസ്? ദാസേട്ടന്റെ മുഖമാണ് അതിൽ. അപ്പൊ നല്ലൊരു കൈയടി അതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മലയാളികൾക്കും നമ്മൾ നൽകണം. ഇറ്റ്സ് നോട്ട് എൻ ഈസി ഫീറ്റ്. ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ I would like to welcome on stage Miss Aarti Singh, if I could please. നല്ലൊരു കൈയടിയോടെ with a loud round of applause, let's welcome Miss Aarti Singh on stage. Good evening, everybody. I'm sorry to say I don't speak as good Malayalam as Dr. Yesudas or anyone who's been on the stage. You'll have to make do with English or a little bit of Tamil. My Tamil is a little bad, but do you mind if I speak in Tamil at a All India Malayali Association meet? Do you mind? No problem at all. Please. It's okay. So actually, I was supposed to go back yesterday because the record was done yesterday by this wonderful group of people and organized by the All India Malayali Association to make a Rangoli portrait of our dear Dr. Yesudas. And my association with Yesudas, direct association, started at the beginning of this year, around January, when coincidentally he was the Limca Book of Records People of the Year for his contribution to the world of music. So when they told me that you all are going to do a Rangoli of his, I said I have to be here. So instead of leaving yesterday, I stayed on for the function today, and I was hoping, and I was lucky, that he would sing. They told me he would not sing. I don't think he's going to sing. And I said, he sang in Delhi, so maybe I'll get lucky today as well. And I was lucky enough to hear his voice, like all of you have. And the record that they made yesterday, they broke the earlier record, which was about 10,000 square feet. And 70 volunteers of All India Malayali Association put together this fantastic Rangoli yesterday. I mean, I wish all of you had been there to see it, all of you all here to see it. They worked and worked. They were supposed to do it over 2 hours, and I wasn't even sure they were going to do it. The last record was for 4 hours, and they did it in 1 hour, 44 minutes. So let's give them a big hand for that entire team that worked and worked under art director C.K. Suresh. I hope he's somewhere around here. He did a wonderful job. And the Gokulam team was, I think, behind the whole thing. And I'm so glad I was here to see that. And of course, I'm so glad to see I could meet Dr. Yesudas this evening. Thank you so much, sir. Thank you very much, Ms. Aarti Singh. Limca Book of Records in a certificate നൽകുന്നതിനായി we have Ms. Aarti Singh on stage. ഈ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാൻ I'd like to welcome the art director C.K. സുരേഷ്. നല്ലൊരു കൈയടിയോടെ ശ്രീ C.K. സുരേഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹമാണ് ഇതിന്റെ ആർട്ട് ഡയറക്ടർ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇതിന്റെ ഇവന്റ് ഓർഗനൈസറായ മിസ്റ്റർ V.C. പ്രവീൺ. Can I please have you on stage? ശ്രീ V.C. പ്രവീണും ഇതിന്റെ പിന്നിൽ വലിയ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഷോവും ഈ റംഗോലിയുടെയും ഒക്കെ പിന്നിൽ. ഈ അവസരത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുമ്പ് ആർട്ട് ഡയറക്ടർ C.K. സുരേഷ് നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഇതെങ്ങനെ നേടിയെടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്. ആദ്യമായി ഇത്തരത്തിലൊരു രംഗോളി ഒരുക്കാൻ വേണ്ടി നമുക്ക് ഒരു അവസരം തന്ന ഓൾ ഇന്ത്യൻ മലയാളി അസോസിയേഷന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ അതിനെ ഒരുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത നമ്മുടെ കൊച്ചുനാളിൽ മുതൽ നമ്മളെല്ലാം പാട്ട് കേട്ട് വളർന്ന ദാസേട്ടൻ്റെ ചിത്രമായിട്ടാണ് തിരഞ്ഞെടുക്കുക.
അതിനാൽ ഞങ്ങൾക്കെല്ലാവരും പ്രത്യേക ഒരു എനർജി തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീംസിനെ എല്ലാവരും വളരെ വേഗം എല്ലാവരും വന്ന് എനിക്ക് വേണ്ടി എല്ലാ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ രണ്ടാമത് ഇത്തരം വലിയൊരു ചിത്രം ഒരുക്കാൻ, രംഗോളി ഒരുക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തന്ന നമ്മുടെ പ്രവീൺജിക്ക് വളരെ ഏറെ, എൻ്റെ പ്രിയപ്പെട്ട പ്രവീൺജിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഒരുക്കിയത് കുറച്ച് ഡീറ്റെയിലൂടെ പറയണമെന്ന് പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിൽ കുറച്ച് പറയാം. നമ്മളിത് വന്നിട്ട് 12,000 സംതിങ് സ്ക്വയർ ഫീറ്റാണ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വന്ന് എൻ്റേത് 3ാമത്തെ റെക്കോർഡ്സാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ വന്ന് 3 സെക്ടറായിട്ട് ഒരു 8 സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്ത് സെൻട്രൽ ദാസേട്ടൻ്റെ ചിത്രം വരയ്ക്കാൻ ഒരു ടീമിനെ ട്രെയിനിങ് കൊടുത്ത് അതിൽ വെച്ചു. പിന്നെ അതർ സെക്കൻഡ് സെക്ടർ, തേർഡ് സെക്ടറിൽ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത ആളെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാനത് രംഗോളി ചിത്രം ഒരുക്കിയത്. അറ്റ് ദ സെയിം ടൈം ആ സ്ക്വയറിൽ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് രംഗോളി പൗഡർ ഇട്ടുകൊണ്ട് നീങ്ങിയിട്ടാണ് നമ്മൾ 1 മണിക്കൂർ 44 മിനിറ്റിൽ ഞങ്ങളിത് തീർത്തത്. അപ്പം ഇത്രയും എല്ലാ ഇതിനു വേണ്ടി എൻ്റെ കൂടെ സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ആക്ച്വലി ഈ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞങ്ങൾ പ്രവീൺജി എന്നെ വിളിച്ചു. എൻ്റെ ഒരു സുഹൃത്താണ് പ്രവീൺജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രവീൺജി വിളിച്ച് നമുക്കൊരു പൂക്കളത്തിൻ്റെ പരിപാടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ലാസ്റ്റ് എങ്ങനെ പറഞ്ഞു, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പ്രവീൺജി പറഞ്ഞു, സുരേഷ് നമുക്ക് രംഗോളി ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയമുണ്ടായിരുന്നു. ഞാൻ 2 പൂക്കളം ചെയ്തിട്ടുള്ള ധൈര്യമുണ്ട്. 17,662 സ്ക്വയർ ഫീറ്റ് കോഴിക്കോട് സ്നേഹപൂക്കളം ചെയ്തത്. അതിനു മുമ്പ് 2003 10,662 സ്ക്വയർ ഫീറ്റ് ഇന്ത്യ വിഷന് വേണ്ടി ചെയ്ത ഒരു പൂക്കളം. ആ 2 എക്സ്പീരിയൻസിലുണ്ട് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതെനിക്ക് കുറച്ച് ഭയമായിരുന്നു. പക്ഷെ ഭയമായിരുന്നെങ്കിലും എനിക്ക് പ്രവീൺജി അതിൻ്റെ ബാക്കിൽ ഉണ്ട്, എല്ലാ സഹായം ചെയ്യുന്നുള്ള പൂർണ്ണമായ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച എടുത്തിട്ടുള്ള അതിൻ്റെ ശരിക്കുള്ള ട്രെയിനിങ് എടുത്ത് ഞാൻ വീട്ടിൽ പോയ ശേഷം കംപ്ലീറ്റ് ഇതിൻ്റെ രംഗോളി പൗഡറൊക്കെ വാങ്ങിച്ച് അതിൻ്റെ എങ്ങനെ ഇത് ഇടാൻ പറ്റും, എന്തൊക്കെ ഫോൾട്ടുകൾ വരുന്നുള്ള ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ ട്രെയിനിങ് കൊടുത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം വന്ന് വീട്ടിലിരുന്ന് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്ത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു മിനിച്ചറും ഇട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ധൈര്യം കിട്ടിയത്. ഈ രീതിയിലാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ആ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റിയത്. താങ്ക് യു വെരി മച്ച്. ആൻഡ് മിസ്റ്റർ പ്രവീൺ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ഈസി ബിക്കോസ് ഇത്രയും വലിയൊരു ഫീറ്റ് അച്ചീവ് ചെയ്യാൻ കുറെ ആൾക്കാരുടെ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളത് സ്പിയർ ഹെഡ് ചെയ്തു, ബട്ട് ഐ എം ഷുവർ there were other people involved. യെസ്, ഇവിടെ 70 വോളണ്ടിയേഴ്സും ബാക്കി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ മിസ്റ്റർ സജീവ് വർഗീസിനെയും ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് ഒരു 3 ദിവസമായിട്ട് അദ്ദേഹം ഉറക്കമില്ലാണ്ട് ഇതിനു വേണ്ടി പാടുപെട്ടിരുന്നു. സോ സജീവ് വർഗീസ് ഓൾസോ. നല്ലൊരു കാര്യമാണ്. ശ്രീ സജീവ് വർഗീസിനെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇത് ഫുൾ കോർഡിനേറ്റ് ചെയ്ത അദ്ദേഹമാണ്. അതൊരു വലിയ ജോലിയാണ് എന്ന് കോർഡിനേറ്റ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ പലരും ദാസാട്ടിനെ ആദരിക്കുമ്പോൾ പറയുകയുണ്ടായി, വി ആർ ഓൾ പ്രൗഡ് ടു ബി ഇന്ത്യൻസ്. എല്ലാ സ്വാതന്ത്ര്യ ദിനവും നമ്മളെല്ലാവരും വിൽ ടേക്ക് ourselves a pledge, we are proud to be an Indian എന്ന്. ഒരു ഇന്ത്യൻ ടീം ജയിക്കുമ്പോഴും നമ്മൾ പറയും വി ആർ പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ എന്ന്. പക്ഷെ നമ്മുടെ എല്ലാ മാതാപിതാക്കന്മാരും നമ്മുടെ അടുത്ത് വേറെ ഒരു കാര്യം പറയും, ഡു സംതിങ് വൺ ഡേ ദാറ്റ് ഇന്ത്യ ഇസ് പ്രൗഡ് ഓഫ് യു എന്ന്. അങ്ങനെ ഒരു വ്യക്തിയാണ് ദാസാട്ടൻ. ഇന്ത്യ ഇസ് പ്രൗഡ് ഓഫ് ദാസാട്ടൻ. ആയിരങ്ങൾ ആദരവ് ഏറ്റുകിട്ടിയ ദാസാട്ടന് നമ്മുടെ ഈ ആദരിക്കുന്ന ഫംഗ്ഷൻ ഓർമ്മയുണ്ടാവുമോ എന്നൊരു ഇത് എന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ദാസാട്ടനും ഈ മാതൃവന്ദനം എന്നുള്ള ഞങ്ങളുടെ ആദരം ഓർമ്മിക്കണം. അതുപോലെ നമുക്കും എല്ലാം ഓർമ്മിക്കാൻ ഹൃദയത്തോട് ചേർന്ന് വെക്കാൻ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഓരോരുത്തരും പറയുകയുണ്ടായി ഗാനങ്ങളെ കുറിച്ച്. ഇപ്പൊ എനിക്ക് കേട്ട് അറിവുള്ള ഗാനമുള്ളൂ, പാട്ട് ആസ്വദിക്കാം. അതുപോലെയുള്ളവരാണ് ഈ 70 വോളണ്ടിയർമാരും ബാക്കിയുള്ള ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ എല്ലാവരും. വി ഓൾ ലവ് ദാസാട്ടൻ. ദാസാട്ടനോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ കൊടുക്കാനുള്ളൂ. ആ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നലെ കാണിച്ചത്. The inspiration behind it all നമ്മളുടെ ഗാനഗന്ധർവൻ ദാസേട്ടനും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ സാറും വേദിയിലെത്തുന്നു. I request Ms. Aarti Singh to please hand over the certificate from the Limca Book of Records to Mr. സുരേഷ്. നല്ലൊരു കൈഡി. ഇങ്ങനെയാണോ കൈയടിക്കണ്ടേ? ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണ്.
ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ഈ രംഗോളി എത്തിച്ചേർന്നിരിക്കുന്നത്. ആൻഡ് ഓൾറെഡി ഞാനിവിടെ പറയുന്ന കേട്ടു, ഇപ്രാവശ്യം ലിംക ബുക്ക്, ഇനി നമുക്ക് എന്തായാലും മുകളിലേക്ക് നോക്കാം, ഗിന്നസ് ബുക്കിനുള്ള ഒരു ശ്രമം വരെ നടത്തും എന്ന് ഞാൻ ഇവർ സംസാരിക്കുന്ന കേട്ടു. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. യേശുദാസിനെ പറ്റി ഒരു വിവരണം ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഏത് രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ ആദരിക്കണമെന്ന് ചിന്തിച്ചപ്പോ ഒരു പുതിയ വഴി, നമ്മളെ മദ്രാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വഴി, രംഗോളിയിൽ കൂടെ അദ്ദേഹത്തിന്റെ ചിത്രം വരക്കാം, അതിന്റെ ഛായാപടം ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുകയും ഇന്നലെ 74 കലാകാരന്മാർ CK സുരേഷിന്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി അത് ചെയ്തു തീർക്കുകയുമുണ്ടായി. അദ്ദേഹം ഇന്ന് ഉച്ചക്ക് 1 മണിക്ക് യേശുദാസ് വന്ന് അത് കണ്ട് വളരെ നന്ദി പറഞ്ഞു